ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ഹമാസിനെതിരെയുള്ള അതിരൂക്ഷമായ റെയ്ഡ് തുടരുകയാണ് IDF. 24 മണിക്കൂറിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയത് 30 വ്യോമാക്രമണങ്ങൾ. 30 വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 6 ഹമാസ് ഭീകരന്മാർ. നിരവധി ഹമാസ് ഭീകരന്മാരെയും ഹമാസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധമുള്ള നിരവധി ഭീകരന്മാരെയും പിടികൂടി. വെസ്റ്റ് ബാങ്കിലെയും സമരിയ അടക്കമുള്ള പ്രദേശങ്ങളിലെയും ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് ഏറ്റവും ആധുനികമായ ആക്രമണം. ഹമാസ് ഗാസയിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വെസ്റ്റ് ബാങ്കിൽ റെയ്ഡുകളും ആക്രമണങ്ങളും തുടരുകയായിരുന്നു ഇസ്രായേലി സേന. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തലവേദനയായ ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. 1967 മുതൽ ഇസ്രായേൽ അധീനതയിലുള്ള ഈ ഭൂപ്രദേശത്ത് പക്ഷേ ഹമാസിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഹമാസിൻ്റെ മാത്രമല്ല, ഹമാസിൻ്റെ സഹോദര ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും അതിശക്തമായ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാസയിൽ നിർത്തിയ ഓപ്പറേഷൻ വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ വ്യാപിപ്പിച്ചത്.